വിൻസ് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ അടുത്ത വീഡിയോകൾ ഒന്നുപോലും മിസ് ചെയ്യാതിരിക്കാൻ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഒരു പ്രമുഖ ഫുട്ബോൾ ടൂർണമെന്റിൽ, ഉദാഹരണത്തിന് ഫിഫ ലോകകപ്പ് അല്ലെങ്കിൽ യുഈഫ ചാമ്പ്യൻസ് ലീഗ് പങ്കെടുക്കുന്ന ടീമുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലവും പ്രൈസ് മണി, കളിക്കാർ വാങ്ങിക്കൂട്ടുന്ന മഞ്ഞ, ചുവപ്പ് കാർഡുകൾക്ക് ക്ലബ്ബുകൾക്കോ രാജ്യങ്ങൾക്കോ നൽകേണ്ടിവരുന്ന പിഴയും ഫൈൻസ് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് താഴെ നൽകുന്നു. ഒരു ഉദാഹരണമായി ലോകത്തിലെ ഏറ്റവും വലിയ ടൂർണമെന്റായ ഫിഫ ലോകകപ്പിന്റെ ഫിഫ വേൾഡ് കപ്പ് കണക്കുകൾ നമുക്ക് നോക്കാം. ഫുട്ബോൾ ലോകത്തെ കോടികളുടെ കളി, സമ്മാനത്തുകയും പിഴകളും. ഫുട്ബോൾ മൈതാനത്ത് കളിമുറുകുമ്പോൾ അവിടെ ആവേശവും പോരാട്ടവീര്യവും മാത്രമല്ല, കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടിയാണ് നടക്കുന്നത്. വലിയ വിജയങ്ങൾക്ക് വമ്പൻ പ്രതിഫലം ലഭിക്കുമ്പോൾ അച്ചടക്കലംഘനങ്ങൾക്ക് കനത്ത പിഴയും ടീമുകൾ ഒടുക്കേണ്ടിവരുന്നു. 1. ടീമുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം, പ്രൈസ് മണി. ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് വെറുതെ കൈയും വീശി മടങ്ങേണ്ടിവരില്ല. ടൂർണമെന്റിലെ ഓരോ ഘട്ടത്തിലും മുന്നേറുന്നതനുസരിച്ച് സമ്മാനത്തുക വർദ്ധിച്ചുകൊണ്ടിരിക്കും. ടൂർണമെന്റ് ഘട്ടം. ലഭിക്കുന്ന ഏകദേശ പ്രതിഫലം ഇന്ത്യൻ രൂപയിൽ. പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും തയ്യാറെടുപ്പിനായി തുക 12 കോടി രൂപ മുതൽ 15 കോടി രൂപ വരെ. ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്താകുന്നവർ ഏകദേശം 75 കോടി രൂപ, $9 മില്യൺ. പ്രീ ക്വാർട്ടറിൽ പുറത്താകുന്നവർ ഏകദേശം 108 കോടി രൂപ, $13 മില്യൺ. ക്വാർട്ടർ ഫൈനലിൽ പുറത്താകുന്നവർ ഏകദേശം 140 കോടി രൂപ, 17 മില്യൺ, 4ാം സ്ഥാനം. ഏകദേശം 207 കോടി രൂപ, 25 മില്യൺ, 3ാം സ്ഥാനം. ഏകദേശം 220 കോടി രൂപ, 27 മില്യൺ, റണ്ണേഴ്സ് അപ്പ് 2ാം സ്ഥാനം. ഏകദേശം 249 കോടി രൂപ, 30 മില്യൺ. ചാമ്പ്യന്മാർ, ലോകകപ്പ് ജേതാക്കൾ ഏകദേശം 348 കോടി രൂപ, $42 മില്യൺ. 2. കാർഡുകൾക്കുള്ള പിഴകൾ, ഫൈൻസ് ഫോർ കാർഡ്സ്. മൈതാനത്ത് അച്ചടക്കം ലംഘിക്കുന്ന കളിക്കാർക്ക് റഫറി മഞ്ഞയോ ചുവപ്പോ കാർഡുകൾ നൽകാറുണ്ട്. എന്നാൽ കളിയിലെ ശിക്ഷയ്ക്ക് പുറമെ ഈ കാർഡുകൾക്ക് ഫിഫ കനത്ത സാമ്പത്തിക പിഴയും ഈടാക്കാറുണ്ട്. ഈ തുക കളിക്കാരന്റെ അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലബ്ബാണ് ഒടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, ടൂർണമെന്റുകളുടെ നിയമങ്ങളനുസരിച്ച് പിഴത്തുകകളിൽ മാറ്റം വരാം. പൊതുവെ ഫിഫ ലോകകപ്പിൽ ഈടാക്കുന്ന ഏകദേശ കണക്ക് താഴെ നൽകുന്നു. ഒരു മഞ്ഞക്കാർഡ്, യെല്ലോ കാർഡ്. ആദ്യത്തെ ഒരു മഞ്ഞക്കാർഡിന് സാധാരണയായി വലിയ പിഴ ഈടാക്കാറില്ലെങ്കിലും ഒരേ കളിക്കാരൻ തുടർച്ചയായി മഞ്ഞക്കാർഡുകൾ വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു ടീമിലെ ഭൂരിഭാഗം കളിക്കാരും ഒരേ മത്സരത്തിൽ മഞ്ഞക്കാർഡ് വാങ്ങുകയോ ചെയ്താൽ ടീം മിസ്കോണ്ടക്ട് വലിയ പിഴ വരും. ഒരു കാർഡിന് ഏകദേശം 80,000 രൂപ മുതൽ 40 ലക്ഷം രൂപ, $1,000, $5,000 വരെ പിഴ വരാം. 2 മഞ്ഞക്കാർഡ് കണ്ട് പുറത്തായാൽ, ഇൻഡയറക്റ്റ് റെഡ് കാർഡ്. ഒരു മത്സരത്തിൽ തന്നെ 2 മഞ്ഞക്കാർഡ് വാങ്ങി ചുവപ്പ് കാർഡ് കണ്ട് പുറത്താവുന്ന കളിക്കാരന് അടുത്ത മത്സരത്തിൽ വിലക്കും. ഒപ്പം ഏകദേശം 4 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ, $5,000, $10,000 പിഴയും ലഭിക്കും. നേരിട്ടുള്ള ചുവപ്പ് കാർഡ്, ഡയറക്റ്റ് റെഡ് കാർഡ്. കടുത്ത ഫൗളുകൾക്കോ മോശം പെരുമാറ്റത്തിനോ നേരിട്ട് ചുവപ്പ് കാർഡ്, ഡയറക്റ്റ് റെഡ് ലഭിച്ചാൽ ശിക്ഷ കഠിനമായിരിക്കും. കുറഞ്ഞത് 8 ലക്ഷം രൂപ മുതൽ 16 ലക്ഷം രൂപ വരെ, $10,000, $20,000 പിഴയായി നൽകണം. കളിക്കാരന്റെ കുറ്റത്തിന്റെ തീവ്രതയനുസരിച്ച് പിഴത്തുക ഇതിലും കൂടാം. ടീം അച്ചടക്ക ലംഘനത്തിനുള്ള കനത്ത പിഴ, ടീം മിസ്കണ്ടക്ട്. ഒരു മത്സരത്തിൽ ഒരു ടീമിലെ 5 അതിൽ കൂടുതലോ കളിക്കാർ മഞ്ഞയോ ചുവപ്പോ കാർഡുകൾ വാങ്ങുകയാണെങ്കിൽ ആ ടീമിന് ഫിഫ പ്രത്യേക പിഴ ചുമത്തും. ഇത് ഏകദേശം 12 ലക്ഷം രൂപ, $15,000 രൂപയ്ക്ക് മുകളിലായിരിക്കും. ചുരുക്കത്തിൽ, മൈതാനത്ത് നേടുന്ന ഓരോ ഗോളും ടീമിന് കോടികളുടെ ലാഭമുണ്ടാക്കുമ്പോൾ നിയന്ത്രണം വിട്ട് വാങ്ങിക്കൂട്ടുന്ന ഓരോ കാർഡും ടീമിന്റെ പോക്കറ്റ് ചോർത്തും. ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും വലിയ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദവും പ്രചോദനകരവുമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിൻസ് യൂണിവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ വരാനിരിക്കുന്ന എല്ലാ വീഡിയോകളെക്കുറിച്ചും കൃത്യമായി അറിയാൻ ആ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുമല്ലോ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളെ വളരാനും കൂടുതൽ മികച്ച വീഡിയോകൾ ചെയ്യാനും സഹായിക്കുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ അറിവുകൾ തേടിക്കൊണ്ടേയിരിക്കുക, പ്രചോദിതരായിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.